ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ധനുഷിന്റെ കരിയറിലെ തന്നെ അടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമയായ ക്യാപ്റ്റൻ മില്ലറിന്റെ ട്രെയിലർ ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്നിരിക്കുകയാണ്. ക്ലാഷ് റിലീസിൽ അയലാനെ തൂക്കാനുള്ള എല്ലാവിധ സാധ്യതകളും മില്ലറിന്റെ കാര്യത്തിലുണ്ട് എന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. ഒരു കിടിലൻ മികച്ച ട്രെയിലറാണ് പുറത്തു വന്നിരിക്കുന്നത്. ട്രെയിലർ മിനിറ്റുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി യൂട്യൂബിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത 2023 വലിയ ദുരന്ത സിനിമകളിൽ ഒന്നാണല്ലോ. കിങ് ഓഫ് കൊത്തയുടെ ആദ്യ ടെലിവിഷൻ TRP പുറത്തു വന്നിരിക്കുകയാണ്. ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്ത സിനിമ ആദ്യ ടെലിവിഷൻ പ്രീമിയറിൽ 7.04 TRP നേടിയെടുത്തിരിക്കുകയാണ്. ഭീഷ്മയുടെ TRP വെച്ച് നോക്കുമ്പോൾ മികച്ച TRP സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. രണ്ടാം സ്ഥാനത്ത് ഒരാഴ്ച മുന്നേ സംപ്രേഷണം ചെയ്ത സിനിമകളിൽ ഏറ്റവും അധികം TRP നേടിയെടുത്തിരിക്കുന്നത് വാലാട്ടിയാണ്. 5.72 സിനിമയുടെ TRP. തമിഴിൽ നിന്നുള്ള രജനികാന്തിന്റെ ജയിലർ എന്ന സിനിമ സൂര്യ TVയിൽ സംപ്രേഷണം ചെയ്തിരുന്നു. 3.95 സിനിമയുടെ TRP റേറ്റിംഗ് പോയിന്റുകൾ. അതേസമയം RDX എന്ന സിനിമ രണ്ടാം ടെലിവിഷൻ പ്രീമിയറിലെ മികച്ച TRP നേടിയെടുത്തിരിക്കുകയാണ്. 4.42 സിനിമയുടെ TRP. ദിലീപിന്റെ വോയിസ് ഓഫ് സത്യനാഥൻ രണ്ടാമത്തെ ടെലിവിഷൻ പ്രീമിയറിൽ 1.28 TRP ആണ് നേടിയെടുത്തിരിക്കുന്നത്. ആദ്യ ടെലിവിഷൻ പ്രീമിയറിലെ 3-ലധികമായിരുന്നു സിനിമയുടെ TRP. സൂര്യ TVയിലെ രണ്ടാം ടെലിവിഷൻ പ്രീമിയറിനിടെത്തിയ മമ്മൂക്കയുടെ ക്രിസ്റ്റഫർ എന്ന സിനിമയ്ക്ക് 1.84 TRP. ആദ്യ ടെലിവിഷൻ പ്രീമിയറിലെ 3-നടുത്തായിരുന്നു സിനിമയുടെ TRP. ഇന്ന് ജനുവരി 6 വൈകിട്ടോടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്ന സിനിമയാണല്ലോ മഹേഷ് ബാബു നായകനെ എത്തുന്ന കൊണ്ടൂർക്കാരം. എന്നാൽ ഈ തെലുഗു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഇവന്റ് മാറ്റിവെച്ചിരിക്കുകയാണ്. നാളേക്കാണ് സിനിമയുടെ ട്രെയിലർ ലോഞ്ച് മാറ്റിവെച്ചിരിക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിക്ക് സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യും. ഹൈദരാബാദിലെ ഒരു തിയേറ്ററിലൂടെയാണ് സിനിമയുടെ ട്രെയിലർ ആദ്യമായിട്ട് പുറത്തുവരിക എന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന അബ്രഹാം ഓസലർ എന്ന ജയറാം നായകനെ എത്തുന്ന സിനിമ ജനുവരി 11 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. UA സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമയുടെ ഡ്യൂറേഷനും പുറത്തു വന്നിരിക്കുകയാണ്. 2 മണിക്കൂർ 24 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. ഒരു ഡീസന്റ് ദൈർഘ്യമാണ് സിനിമയുടേത്. അതേസമയം ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായുള്ള ഇന്റർവ്യൂസ് കഴിഞ്ഞ 24 മണിക്കൂറുകളിലേറെയായിട്ട് പല യൂട്യൂബ് ചാനലിലൂടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ദേവര ജൂനിയർ NTRന്റെ അടുത്ത വമ്പൻ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ. ഏപ്രിൽ 5 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ക്ലിംസ് മറ്റന്നാൾ ജനുവരി 8 പുറത്തുവരും. വൈകിട്ട് 4:05 പുറത്തുവരുമെന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന സമയപ്രഖ്യാപനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ജൂനിയർ NTRനോടൊപ്പം ഈ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയിലെ ജാൻവി കപൂർ, സെയ്ഫ് അലി ഖാൻ എന്നിവർ കൂടി പ്രധാന റോളുകളിലെത്തുന്നു. എമ്പുരാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഷൂട്ടിങ്ങിന്റെ അപ്ഡേറ്റും റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും പുറത്തു വന്നിരിക്കുകയാണ്. UK സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ ഈ വരുന്ന ജനുവരി 10 ആരംഭിക്കും. ലാലേട്ടന് ആ ഷെഡ്യൂളിൽ ചിത്രീകരണം ഉണ്ടോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. 20 ദിവസത്തെ ചിത്രീകരണമായിരിക്കും UK നടക്കുക. അതിനുശേഷം ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട് സിനിമയ്ക്ക് ചിത്രീകരണമുണ്ട്. ആഴ്ചകൾക്ക് മുന്നേ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പോലെ 2024 അവസാനത്തോടെ ക്രിസ്മസ് റിലീസായിട്ട് L2 എമ്പുരാൻ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഈ വർഷം ജൂൺ ജൂലൈ മാസങ്ങളിൽ സിനിമയുടെ ചിത്രീകരണം മുഴുവൻ പൂർത്തിയാകുമെന്നാണ് അവസാനമായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട്.